ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇക്കാലം അത്രയും ഇവർ പ്രചരിപ്പിച്ചതുപോലെ ഇവരങ്ങനെ നവോത്ഥാന പ്രസ്ഥാനക്കാരല്ല. ഇവർ മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികളല്ല. ഇവർ മുസ്ലിം സമുദായത്തിലെ പുരോഗമന വിഭാഗമല്ല. ഇവർ ഒരു പഴഞ്ചൻ വിഭാഗമാണെന്ന് മാത്രമല്ല, സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ധാർമ്മികമായ അവകാശമുള്ളവരല്ല എന്ന് ഈ രാജ്യത്തെ ബിദഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹം തന്നെ കൃത്യമായി വിലയിരുത്തപ്പെട്ട ഒരു സന്ദർഭമാണിത്. ഇങ്ങനെ വിലയിരുത്തപ്പെട്ട സാഹചര്യം വന്നപ്പോ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ, അവരുടെ പണ്ഡിതന്മാരെ, അവരുടെ എഴുത്തുകാരെ, അവരുടെ പ്രഭാഷകന്മാരെ, അവരുടെ പ്രസ്ഥാനങ്ങളെ, അവരുടെ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ബിദഈ പ്രസ്ഥാനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ പദ്ധതികളും ആലോചനകളുമാണ് അവർക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇക്കാലം അത്രയും അവർ തള്ളിപ്പറഞ്ഞ പലരെയും പുകഴ്ത്താനും അവരുടെ വേദികളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ രണ്ട് ഗുണമാണ് അവർ കാണുന്നത്. ഒന്നെന്താണ്? സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനമുള്ള ആളുകളെ അവരുടെ വേദിയിൽ കൊണ്ടുപോയി ഇരുത്തി അവർക്ക് അനുകൂലമായി എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അപകടകരമായ ആശയം പേറി നടക്കുന്ന ആളുകളെ ഈ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ഒരു ക്യാമ്പയിൻ ഇതിന്റെ മറവിൽ അവർക്ക് നടത്താൻ സാധിക്കും. അതിന് പുറമെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരെങ്കിൽ ആശയപരമായ ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് 98 വർഷക്കാലം മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനത്തിൽ അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത് SKSF-ന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുൽ വലി അവർകളാണ്. അദ്ദേഹം നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ഹൈതമി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദികളിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ്. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു സയ്യിദും ആലിമുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിദഈ പ്രസ്ഥാനക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വേദിയിൽ ഇതൊന്ന് പ്രകാശനം ചെയ്തു തരണം, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവിടെ പോയാൽ എന്റെ പിതൃപരമ്പരയെ അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന് അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാത്ത, എന്റെ പാരമ്പര്യത്തെ ഇക്കാലം അത്രയും ചോദ്യം ചെയ്ത, ഇന്നുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എന്നെ അത്തരം ഒരു കെണിയിൽ വീഴ്ത്തുന്നത് 2 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ ഈ രീതിയിൽ അംഗീകാരവും ബഹുമാനമുള്ള എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, അദ്ദേഹം അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായും ഈ പോകുന്ന തങ്ങളാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല, സഹവർത്തിത്വമല്ല, സഹിഷ്ണുതയല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം അപകടകരമായി ലോകത്തെ 100 കണക്കിന് പണ്ഡിതന്മാർ എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ്, മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദരണീയരായ സാദാത്തുക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? മുജാഹിദ് വിഭാഗമാണോ? ജമാഅത്തെ ഇസ്ലാമിയാണോ? ഇവിടുത്തെ ഏതെങ്കിലും ബിദഈ പ്രസ്ഥാനമാണോ? അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുൽ ബൈത്തിനെ ഇന്നും ബഹുമാനിക്കുന്നു, എന്നും ബഹുമാനിക്കുന്നു. കാരണം എന്താണ്? അത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ്. ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ ബഹുമാനിക്കാൻ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചത് ഈ സമസ്ത കേരള
ജമിയത്തിലുള്ള ആലിമീങ്ങളാണ്. പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട്. എന്താ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത, വേറെയും നാട്ടിൽ തങ്ങന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട്, പാണക്കാട് കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ആ കുടുംബം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു സയ്യിദ് കുടുംബമാണ്. ആ കുടുംബത്തെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജമിയത്തുലമയാണ്. ആ സമസ്ത കേരള ജമിയത്തുലമക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ നേതാക്കൾക്കോ ആരും പാണക്കാട് ബഹുമാനം പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പാണക്കാട് സയ്യിദന്മാരെ സമസ്ത കേരള ജമിയത്തുലമയുടെ ഓരോ പോഷക സംഘടനകളുടെയും നേതൃപദവിയിൽ നിലനിർത്തിയിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുലമ. ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ പോഷക സംഘടനകളുടെയും ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കൊണ്ട് നടക്കുന്ന ആളുകൾ പാണക്കാട് സാദാത്യങ്ങൾ മാസം അർപ്പിച്ചാൽ അവർ മാസം അർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന ആളുകൾ പാണക്കാട് സാദാത്യങ്ങൾ മതപരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? നേരത്തെ ഇവിടെ ബഹുമാന്യരായ AV ഉസ്താദ് സൂചിപ്പിച്ചു, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓരോ മുസ്ലിം മഹല്ലുകളിലും വീടുകളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് മജ്ലിസ് നൂർ പതിവാക്കുക എന്ന് പറയുന്നത്. ഈ തങ്ങളെ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ, നിങ്ങൾ മജ്ലിസ് നൂർ തുടങ്ങാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് തയ്യാറുണ്ടാകാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുഖത്ത് ഇന്ന് വന്നിട്ടുള്ള ആ കാർമേഘങ്ങളെ, നിങ്ങളുടെ മുഖത്ത് ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഇമേജിനെ വീണ്ടെടുക്കാൻ ആദരണീയരായ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സമസ്ത കേരള ജമിയത്തുലമയിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ, അവരോടുള്ള ബഹുമാനത്തെ, അവരോടുള്ള ആദരവിനെ, അവരോടുള്ള ആ എല്ലാ സഹിഷ്ണുതയും കുറച്ചു കൊണ്ടുവരാൻ സമസ്തയുടെ മക്കളെ ആർക്കും കിട്ടില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്.